ചെറുശ്ശേരി കൈലാസം മഠം. ഇവിടെയാണ് ചെറുശ്ശേരിക്കാർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാമനാഥയ്യർ സേതുരാമയ്യർ എന്ന CBIയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജനിച്ചതും വളർന്നതും. നാട്ടിൽ ഓണാവധിക്കാലം ചെലവഴിക്കാനെത്തിയ അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹി CBI ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഹലോ, അതെ, നമ്പർ അത് തന്നെയാ. സേതുരാമയ്യര് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററാ. ഒരു മിനിറ്റ്, ഞാൻ ഹസ്ബൻഡിന്റെ കൈ കൊടുക്കാം. യാരോ അഡ്രസ് കേൾക്കാം. ഹലോ, ഞാൻ കൃഷ്ണൻ. നമ്പറൊക്കെ അത് തന്നെ. സേതുരാമയ്യരല്ല, കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അളിയൻ. അംബിസാമിന്ന് വിളിക്കും. അല്ല, നിങ്ങൾ ആരാ? ഞാൻ സേതുവിന്റെ ഫ്രണ്ടാ. സേതുവിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഫ്രണ്ടിന്റെ പേരില്ലേ? ആ പേര് പറയേണ്ടി വരും. പേര് പറഞ്ഞില്ലെങ്കിലേ ആളെവിടെയാണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. അത്ര തന്നെ. ഞാൻ DGP ആണ് സംസാരിക്കുന്നത്. DGPയോ? ആ, DGP വിളിച്ചത്. സേതുവിന്റെ ഫ്രണ്ട്. ആളറിയാതെ ഞാൻ എന്നാകെ പോകതോ. ആകെ പോകരുത് ചൊല്ലട്ടുമാ. ബാക്കി വെച്ചേക്കല്ല പോലീസുകാര്. വണക്കം. വണക്കം. സേതുരാമയ്യരുടെ വീടല്ലേ ഇത്? ആളറിയാതെ ഫോണിലൂടെ. അദ്ദേഹം ഇല്ലേ ഇവിടെ? വന്നിച്ചിരുന്നോ? സേതു അമ്പലത്തിൽ തൊഴാൻ പോയി. ഓക്കെ ഓക്കെ, ജീപ്പിലോട്ട് കയർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്താ എല്ലാരും കൂടെ ഭണ്ണാരപ്പെട്ടിട്ട് ചുറ്റും നിൽക്കുന്നേ? കുറച്ച് നാളായി വല്ലാത്ത ധർമ്മസങ്കടത്തിലാ സാറ് ഞങ്ങള്. 4-5 മാസങ്ങളായി തുടങ്ങിയിട്ട്. ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല. 50-ന്റെയും 100-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ, പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല. എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ട് തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി? സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം. അതെ സർ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? കംപ്ലൈന്റ് ചെയ്തു സാർ. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 3-4 പ്രാവശ്യം സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി വിൽസും വാങ്ങിച്ചു വലിച്ചിട്ട് പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ കമ്മിറ്റിക്കാർക്ക് 1,500 രൂപ നഷ്ടം. അതേ നടന്നുള്ളൂ. എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ടേ കുറെ ഇടിച്ചു. അതാ ഉണ്ടായത്. രണ്ട് പച്ചറിക്കലും കുറച്ച് ചക്ക മുളഞ്ഞിനും സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിനെന്താ, സംഘടിപ്പിക്കാം സാർ. ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്? അത് ശരി. അപ്പൊ സാറായിരുന്നല്ലേ ഇത്? ഞാൻ നിങ്ങളെ തന്നെ കുറ്റം പറയുള്ളൂ. ഒന്നാമത് ഇത്രയും വലിയൊരു ഹോൾ ഇടാൻ പാടില്ല. ഇനിയിപ്പോ അഥവാ ഇട്ടെന്നിരിക്കട്ടെ, അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു. ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും. ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ച് നോക്ക്. മാഷേ, കൈ കൊടുക്ക്. ഉഗ്രം. ഇതുപോലെ റേഡിയോ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അല്ല, സേതുരാമയ്യരുടെ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിയല്ലേ. അങ്ങനെ ഇപ്പൊ ഷൈൻ ചെയ്യണ്ട കേട്ടോ. ഇറങ്ങട്ടെ. അപ്പാ ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അളിയനെ കൂട്ടി ഇങ്ങോട്ട് പോയി. രക്ഷപ്പെട്ട്. നിങ്ങൾ തിക് ഫ്രണ്ട്സാ? ഞാൻ എന്നമോ നനച്ചേ. നൈസ് ടു മീറ്റ് യു. അമ്പലത്തിലെ പ്രസാദാണ്. அப்பா சாப்பிடாத. ஏற்கனவே சுகர் கம்ப்ளைண்ட் இருக்கு. தேங்காய் வித்த காசு அக்கவுண்ட்ல போட்டுமா? ലക്ഷ്മി எதுக்கு? അതെ, ഏൽപ്പിക്കാൻ പറഞ്ഞ ഏൽപ്പിക്കാൻ. ജാസ്തി പേശ വേണ്ട അമ്പിസാമി. കൊടുത്തേക്ക്. അവൾക്ക് എന്താ പ്രിന്റർ മറ്റോ വാങ്ങിക്കാൻ? പ്രിന്ററാവത് മണ്ണാങ്കട്ടിയാവത് ഇരിക്കതേ പോതുമ്മ. അപ്പാവ് വാങ്ങി തരില്ല. ആരുടെങ്കിലും കാല് പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിന് കൊടുക്ക്. കിട്ടണ കാശ് മുഴുവൻ ആനക്കാർക്കും മേളക്കാർക്കും കൊടുക്കാൻ ഒരു വിഷമമില്ല അപ്പാവക്ക്. അവളൊരു പ്രിന്റർ വാങ്ങുന്നതില കുഴപ്പം. നീ ഒരുത്തനാക്കി പെങ്ങളെല്ലാം വഷളാക്കുന്നത്. ഇനി ഇവിടെ ഇന്നാലേ ബാങ്കിലിടാൻ പൈസ കാണത്തില്ല. ഞാൻ പോരേമ്മ. ഉച്ചയ്ക്ക് സാപ്പാടുക്ക് മുന്നേ വരുമാ? സമയം ഇരുന്നാ വരും. ആമാ.
പോണ വഴിക്കോ ഇടയ്ക്കോ ചെണ്ടയോ കണ്ട അതിന്റെ കൂടെ ലഞ്ച്. ചാക്കോ ഇരിക്കെ. ഇപ്പൊ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ? അളിയൻ ബാങ്കിലോ മറ്റോ ആയിരുന്നല്ലോ, ഇപ്പോ? അതെ, ഇവിടെ അടുത്ത് ലോഡ് കൃഷ്ണ ബാങ്കിലായിരുന്നു. ഇടയ്ക്ക് പ്രൊമോഷനോട് നോർത്തിലേക്ക് ട്രാൻസ്ഫർ ആയി. പോയില്ല, VRS എടുത്തു. അതെന്ത്? അവിടെ ആനയും മേളവും പൂരമൊന്നും ഇല്ലല്ലോ, അത് തന്നെ കാരണം. കുഞ്ഞെ ഒരു 5 മിനിറ്റ്. ഓ അച്ഛൻ പോയിട്ട് വാ. ആട്ടോക്കാരും നല്ല ഭാഷ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇനി നാട് നന്നാവും. അച്ചോ അധികം താമസിച്ചായി എക്സ്ട്രാ ചാർജ് തരേണ്ടി വരും കേട്ടാ. അവസാനം കണാകൊണ വർത്താനം പറഞ്ഞാൽ കൊണം മാറുവേ. പറഞ്ഞത് തിരിച്ചെടുത്തു. ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. നമസ്കാരം. സേതുരാമയ്യ. അതെ, ഞാൻ ഫാദർ ഗോമസ്. കണ്ണൂർ ജയിലിൽ നിന്നാ വരുന്നത്. ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ. പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാപികളെ അല്ല. ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട, ഞാൻ വന്ന കാര്യം പറയാം. അലക്സിനെ തൂക്കും മരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും CBI ആണ്. കൂട്ടക്കൊല ചെയ്ത അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത്? അതെ. എവിടെ ഇത് സംഭവിച്ചത്? ഇരണിയൽ നാദാമംഗലം. ഇരണിയൽ 5 പേരും നാദാമംഗലത്തിൽ 2 പേരും. ബാലഗോപാലൻ സാറാ അന്നാ കേസ് അന്വേഷിച്ചത്. ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ. അന്നത്തെ അലക്സ് അല്ല ഇന്ന്. ആളാകെ മാറി. മരണത്തെക്കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി. താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന്. നിങ്ങളെ നേരിട്ട് അവന് പരിചയമില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ ബഹുമാനവുമാണ്. ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ? ഉവ്വ്, ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് സെലിബ്രേഷന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതവൻ പത്രത്തിൽ കണ്ടു. അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവനെ നിർബന്ധിച്ചു, പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെയെന്ന്. അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. പ്ലീസ്, ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ്. ചാക്കോ സർ, ഈ അലക്സ് എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പിടിയില്ല സർ. വളരെ ഏബിളായ ഓഫീസറാണ് ബാലഗോപാൽ. എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും? നെവർ. ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ. ഈ കേസ് എങ്ങനെയാ CBI അടുത്തെത്തിയത്? ആസ് യൂഷ്വൽ. പൗരമുന്നണി, പ്രകടനം, ധർണ, കോടതി ഇടപെടൽ, അവസാനം കേസ് CBIക്ക്. ഈ കേസ് ഒന്ന് ബ്രീഫ് ചെയ്യോ? സർ, ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും CBIയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് CBI ഏൽപ്പിക്കുന്നത്. പൗത്രൻ സർക്കിൾ ഇൻസ്പെക്ടർ ക്രൈംബ്രാഞ്ച്. പ്രതി ഹാൻഡ് ഓവറിങ് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ. വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പൂർത്തിയാകാറുമായി. പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് CBIക്കും. ഐ നോ ഇറ്റ് മിസ്റ്റർ പവിത്രൻ. CBI ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഓർഡർ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സാർ. ഈ തൂണിൻ ചാരിയൊന്നും പെണ്ണും കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സോറി, ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ് ഈ ഫയലിലുണ്ട് സാർ. ചാക്കോ സർ, ഇറങ്ങി വാടോ.
ഈ ഏമാന്റെ വക കുറെ കുത്ത് കഴിഞ്ഞവിടെ. ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വകയാണോ? ആയിക്കോട്ടെ, വാ. ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് 7 പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. നല്ല മാർക്കോടെ BA പാസ്സായി, തുടർന്ന് MA ചേർന്നു. പക്ഷെ MA പാസ്സായില്ല. കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി. വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി. ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ. അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ അലക്സേ? അങ്ങനെ അല്ല എന്ന് പറഞ്ഞ താൻ വിശ്വസിക്കോ? വേറൊരുത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലയെ കയറ്റിയതാ. ഞങ്ങളത് ഇറക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ചാക്കോ. സർ, ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട്. ഉടമസ്ഥൻ ലോനപ്പൻ. പാരമ്പര്യമായി വലിയ പണക്കാരൻ, ബിസിനസ്സുകാരൻ. പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും. ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് 5 പേര്. എനിക്കറിയില്ല. ലോനപ്പൻ 53 വയസ്സ്. അറിയില്ല. മറിയാമ്മ, ലോനപ്പന്റെ ഭാര്യ. എനിക്കറിയില്ല. മോൻകുട്ടൻ, വയസ്സ് 26, ലോനപ്പന്റെ മകൻ. അറിയില്ല. അനിത, വയസ്സ് 23, മോൻകുട്ടന്റെ ഭാര്യ. എനിക്കറിയില്ല. രവിക്കുട്ടൻ, ലോനപ്പന്റെ 2ാമത്തെ മകൻ, 21 വയസ്സ്. എനിക്കറിയില്ല. നാദാമംഗലത്ത് സക്രിയയുടെ വീട്. മാണിക്കുഞ്ഞെന്ന് പറഞ്ഞാലേ നാട്ടുകാരറിയൂ. ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ, ബിസിനസ്മാൻ, പ്രൈവറ്റ് ഫൈനാൻഷ്യൽ. ഇവിടെയും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും. കൊല്ലപ്പെട്ടത് 2 പേര്. അറിയില്ല. മാണിക്കുഞ്ഞ്, 55 വയസ്സ്. അറിയില്ല. മോസി, മാണിക്കുഞ്ഞിന്റെ മകന്റെ ഭാര്യ. അറിയില്ല. ഇരണിയിൽ 5, നാദാമംഗലത്ത് 2. അങ്ങനെ ആകെ 7 പേര്. ഇവർ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട്. അറിയില്ല. ഈ 2 വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. എനിക്കറിയില്ല. അപ്പൊ ഈ 2 വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ BA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സർ, 2 വീടും കാണാം സർ. 2 പാൽ താമസമില്ല. പിന്നെ പ്രതിയെ കൊണ്ടിരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല, ആള് കൂടുവേ ഇല്ലേ? നോ പ്രോബ്ലം. സർ, ഇവിടെയാണ് ലോനപ്പന്റെ ബോഡി കിടന്നത്. സർ, ഇവിടെ മൂത്ത മകൻ മോൻകുട്ടൻ. അടുത്ത ആ മുറിയിൽ. ഇത് ലോനപ്പന്റെ ഭാര്യ മറിയാം. സർ, അടുത്ത അവിടെ. ഇവിടെ 2ാമത്തെ മകൻ രവിക്കുട്ടൻ. സർ, 5th വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാർ? അതെ.
പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു പ്രഷർ വന്നാൽ CBIയും വളയില്ലേന്ന് ഞങ്ങൾക്ക് ഒരു സംശയം. എന്നാരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ ഒരു കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല, അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താടോ ബന്ധം? ഇങ്ങോട്ട് മാറിയില്ല. എല്ലാരും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. സാറിന്റെ പേരന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. കേസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന് എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സാർ. ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം 30 കിലോമീറ്റർ വരും. ഇരണിയിലെ കൂട്ടക്കൊലപാതകം നടന്നത് ഉദ്ദേശം 10-ന് 10:15 ഇടയ്ക്കാണ്. അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിന്റെ വീട്ടിലേക്ക്. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റിയായിരിക്കണം. അങ്ങനെ ആകെ 30-38 കിലോമീറ്റർ. സോ ഉദ്ദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്ത് കാണും. തുടർന്നാണ് നാദാമംഗലം മാടം. അത് ഉദ്ദേശം 11-നും 11:15 ഇടയ്ക്ക്. ദാറ്റ് മാച്ചസ് ദ ടൈമിംഗ് സർ. ഓക്കെ, ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ? അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ്. ചാക്കോ സർ, നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം, ചുറ്റി വളഞ്ഞ്. സർ, ഞാൻ ടൈലർ മണി, പൗരമുന്നണിയുടെ കൺവീനറാ. പോലീസിനെ മാറ്റി നിർത്തി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരന് ഞാനാ. ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. CBIയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം. ഞങ്ങൾക്ക് നീതി കിട്ടണം സർ. കിട്ടും, അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഇത് കണ്ടോ സർ? സാർ, ഇത് അടിയോടി 23 വർഷം മാണിക്കുഞ്ഞിന്റെ ജോലി ചെയ്താണ്. ഇൻക്വസ്റ്റിലും സീൻമാസിലും പ്രധാന സാക്ഷി. സാർ, ഇതാണ് മോസിയുടെ അപ്പനും അമ്മച്ചി, മോളി സൈമൺ. നമസ്കാരം. സാർ, ഇത് റോസമ്മ. അതല്ലേ പേര്? അതെ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിൽ ടീച്ചറാണ്. മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ട ദിവസം രാത്രി ഇവിടെ അടുത്തൊരു പള്ളി പെരുന്നാളിന് ഇവരോടൊപ്പം പോയിരുന്നു. ആണോ? അതെ. എന്നിട്ട് ഉദ്ദേശം 10 മണിയോടെ ചാച്ചൻ ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോസി മടങ്ങി. ഡ്രാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ അവള് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ അവളെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ. സാറിന്റെ പഴയ ഉമ്മാക്കൊന്നും ഇനി നടക്കില്ല. CBI വന്നിരിക്കുന്നത്. ചെന്നാട്ടെ സാർ. സാർ, ഇവിടെയാണ് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസിയുടെ ബോഡി കിടന്നത്. മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്ന ആ മുറിയിലാണ് സാർ. മരണപ്രാളത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം. പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ എഴുതിയായിരിക്കും. മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു. പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ്. മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ, മക്കള് അങ്ങനെ ആരുമില്ലേ? അതൊരു വലിയ ട്രാജഡിയാണ് സാർ. മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു. അതിൽ സർവൈവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത്. ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം? അലക്സ് ഒരു ലിസ്റ്റഡ് മോഷ്ടാവാണ് സാർ.
പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അലക്സിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇരണിയിലും നാദാമംഗലത്തും കണ്ടവർ പലരുമുണ്ട്. അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റഡിയിലെടുത്തത്. പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്ത് ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല. മതി സാർ, കഴിച്ചോ? മതി മതി മതി, ഇഷ്ടം പോലെ കഴിച്ചോ. ഇനി ഞാനെടുത്തോളാം. കുറെ നാളായി രുചിയുള്ള എന്തേലും കഴിച്ചിട്ട്. സാറ് വെജിറ്റേറിയനാ? നോൺ മുമ്പ് കഴിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. പ്യുവർ വെജിറ്റേറിയൻ? പ്യുവർ വെജിറ്റേറിയൻ. പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ? ഈശോ MA എവിടെയാണ് പഠിച്ചത്? ഞാൻ മാർവാനി. ഈശോ, ആ പേര് സാറിനെങ്ങനെ അറിയാം? എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളൂ. ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു. ആർക്ക്? നാദാമംഗലത്തെ മാണിക്കുഞ്ഞിന്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പറ, മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാം. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നീയാണ്. പറ അലക്സ്, അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു? പറയടാ, പറയടാ, പറയാൻ. തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ? നാളെ ഹാജരാക്കും സാർ. പ്രതി കുറ്റം സമ്മതിച്ചോ? ആദ്യമൊക്കെ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി. പോലീസും CBIയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം സമ്മതിച്ചാണെന്നും കൂടി അവൻ കോടതി പറഞ്ഞു. അത് യൂഷ്വൽ അല്ലേ? ഏത് പ്രതിയാ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്? അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ ഇല്ലേ? 100%. പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ, 2 വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ്, പിന്നെ കളവ് മുതൽ കണ്ടെടുത്ത എക്സെട്ര. ഇതാണ് സാർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം. ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള്ള് ചെതറി പീസാവും. ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എ മാനിയാക് സീരിയൽ കില്ലർ. ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്ന കണ്ടാൽ അവന് രസം കയറും. ഡോക്ടേഴ്സ് അവൻ്റേത് വളരെ പെക്യുലർ കേസാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സാർ. ഓക്കെ, ശരി സാർ. ബാലഗോപാൽ സാർ, 1 മിനിറ്റ്. ഈ മാണിക്കുഞ്ഞ് ചുമരിൽ എഴുതിയ ഈശോ അലക്സിന്റെ ഇരട്ട പേരാണെന്ന് സംശയം തോന്നാൻ കാരണം? അലക്സിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സാർ. വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറൻറ്റി, കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് കൊള്ള നടത്തും. ഡീറ്റെയിൽസ്. താങ്ക് യു സാർ. മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം. അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു. അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത്. സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് CBIക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത്. വണ്ടർഫുൾ, ജസ്റ്റ് വണ്ടർഫുൾ. താങ്ക് യു സാർ. ഇത്രയും കേട്ടതിൽ നിന്നും സാറിനെ അവൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഊഹമുണ്ടോ? നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ 2 പേർക്ക് ഈ കാര്യം അറിയൂ. ഒന്ന് അലക്സ്, മറ്റൊന്ന് ഊപ്പർവാല.